ഹലോ ഫ്രണ്ട്സ്, ഞാൻ ആദം. വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വിവാഹ ജീവിതം അതൃപ്തിയുള്ള രണ്ട് യൂണിവേഴ്സിറ്റി പ്രൊഫസർമാർ അവർ പഠിപ്പിക്കുന്ന രണ്ട് കുട്ടികളുമായി ബന്ധം ആരംഭിക്കുന്നു. ഈ ബന്ധം മൂലം അവരുടെ ജീവിതത്തിൽ എന്തെല്ലാം സംഭവിക്കുന്നു എന്നതാണ് ഈ മൂവി. ഈ നടന്നു വരുന്നതാണ് ഗോൺസാലോ. ഇത് അവനെ പഠിപ്പിക്കുന്ന പ്രൊഫസർ നതാലിയ. ഗുരുശിഷ്യ ബന്ധത്തിലുപരി അവർ തമ്മിൽ നല്ല സുഹൃത്തുക്കളുമാണ്. നതാലിയ വേഗം പോകുന്നത് മകളെ സ്കൂളിൽ നിന്ന് വിളിക്കുവാനുള്ള തിടുക്കത്തിലാണ്. അങ്ങനെ തൻ്റെ മകളെയും വിളിച്ചു കയ്യിൽ കരുതിയ സമ്മാനവും നൽകി പോകുന്ന വഴിയിൽ ഭർത്താവിനെയും കൂട്ടി നതാലിയ വീട്ടിലേക്ക്. തൻ്റെ രണ്ടു പെൺമക്കളും അടങ്ങിയ സന്തുഷ്ട കുടുംബം. മറുവശത്ത് രണ്ടാമത്തെ പ്രൊഫസറായ പാബ്ലോ തൻ്റെ രണ്ട് ആൺമക്കളും ഭാര്യയുമായി സന്തുഷ്ടമായ ജീവിതം നയിച്ചു പോകുന്നു. അങ്ങനെ ഇന്നത്തെ ജോലിയെല്ലാം കഴിഞ്ഞ് നതാലിയ ഭർത്താവിനോടൊപ്പം കൊച്ചു വർത്തമാനങ്ങൾ പറഞ്ഞ് തൻ്റെ കട്ടിലിൽ കിടക്കുകയാണ്. പെട്ടെന്ന് നതാലിക്ക് ശാരീരബന്ധത്തിനുള്ള ഒരു ഉൾവിളി ഉണ്ടാകുന്നു. തൻ്റെ ഈ ആഗ്രഹം ഭർത്താവിനോട് പ്രകടിപ്പിച്ചെങ്കിലും ഒന്നും മനസ്സിലാക്കാത്തതുപോലെ തിരിഞ്ഞു കിടക്കുന്നു. എന്നാലോ ഇനിയും ഇങ്ങനെ കിടന്നാൽ സംഭവം വഷളാകും എന്നുള്ളതുകൊണ്ട് ലാപ്ടോപ്പ് ഓൺ ചെയ്ത് നതാലിയയും കൂട്ടി എന്തെല്ലാമോ കാണുകയാണ്. ഇതിൻ്റെ ഇടയിലും പെട്ടെന്ന് നതാലിയയ്ക്ക് വിഷമം സഹിക്കാൻ കഴിയുന്നില്ല. ഇനിയും ഇവിടെ നിന്നാൽ ശരിയാകുകയില്ലെന്ന് മനസ്സിലാക്കി നതാലിയ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് കാറെടുത്ത് പുറത്തേക്ക് പോകുകയാണ്. അങ്ങനെ തൻ്റെ റൂമിലെത്തിയ നതാലിയ തൻ്റെ ഫോണിൽ തൻ്റെ സ്റ്റുഡൻ്റായ ഗോൺസാലയുടെ ഫോട്ടോ നോക്കി ആ രാത്രി കഴിച്ചുകൂട്ടുന്നു. മറുവശത്ത് പാബ്ലോ രാവിലെ തന്നെ തൻ്റെ സ്റ്റുഡൻ്റായ ലൂസിയാനയുമായി കുറച്ചു സമയം ചിലവഴിക്കാനുള്ള ശ്രമത്തിലാണ്. അങ്ങനെ ഇന്നത്തെ ജോലിയെല്ലാം കഴിഞ്ഞ് നതാലിയയും ഗോൺസാലയും തൻ്റെ റൂമിലേക്ക് വരുന്നു. നതാലിയ വിഷമത്തിലാണെന്ന് മനസ്സിലാക്കിയ ഗോൺസാലിയോ ടീച്ചറിൻ്റെ വിഷമം മാറ്റുവാൻ ഗോൺസാലിയോ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഒരു ശ്രമം നടത്തിയെങ്കിലും സന്ദർഭങ്ങൾ അനുയോജ്യമായി വന്നില്ല. വീണ്ടും വിഷമത്തോടെ നതാലിയ കണ്ണാടിയിലേക്ക് നോക്കുന്നു. പാബ്ലോ തനിക്ക് കിട്ടിയ സമയം നല്ല രീതിയിൽ ഉപയോഗിക്കുകയാണ്. തിരികെ വീട്ടിലേക്ക് പോയ ലൂസിയാനെ കാറിൽ പിന്തുടരുന്നു. നിവൃത്തിയില്ലാതെ അവൾ തൻ്റെ സാറിനെ തൻ്റെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നു. അങ്ങനെ സന്തോഷകരമായ നിമിഷങ്ങൾക്ക് ശേഷം പാബ്ലോ തൻ്റെ വീട്ടിലേക്ക് വരികയും തൻ്റെ ഭാര്യയുമായി കുറച്ചു സമയം ചെലവഴിക്കുകയും ചെയ്യുന്നു. അടുത്ത ദിവസം നതാലിയ തൻ്റെ ക്ലാസ്സെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി വരുന്നു. തന്നോട് കാണിച്ചതിന് നല്ല രീതിയിൽ ദേഷ്യത്തിലാണ് നതാലിയ. അത് ഭർത്താവിനും മനസ്സിലാക്കുകയും ചെയ്യുന്നു. കുറച്ചു നേരം കുട്ടികളോടും അവരുടെ കൂട്ടുകാരോടുമൊപ്പം ചിലവഴിച്ചതിന് ശേഷം അവൾ ജോലിയുടെ ആവശ്യം പറഞ്ഞ് പോകുന്നു. നേരെ ഗോൺസാലയുടെ അടുക്കലേക്ക്. ടീച്ചറിൻ്റെ വിഷമങ്ങളെല്ലാം മാറ്റി ഗോൺസാലോ സന്തോഷത്തോടെ നതാലിയെ തിരികെ അയക്കുന്നു. അങ്ങനെ വലിയ ഒരു സംതൃപ്തിയോടെ തൻ്റെ റൂമിലേക്ക് നതാലിയ ആ രാത്രിയിൽ മടങ്ങുന്നു. അടുത്ത ദിവസം രാവിലെ പാബ്ലോയും തൻ്റെ സ്റ്റുഡൻസും പ്രാക്ടിക്കലെല്ലാം കഴിഞ്ഞ് പാബ്ലോ അതിവേഗം വീട്ടിലേക്ക് വരുന്നു. തൻ്റെ ഇളയ മകൻ്റെ ബർത്ത്ഡേ ആഘോഷം, ഭാര്യയുമായി ഡിവോഴ്സിൻ്റെ വക്കിലെത്തിയ ജീവിതം, എങ്ങനെയെങ്കിലും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് ശരിയാക്കാൻ പാബ്ലോ ശ്രമിച്ചെങ്കിലും ഒരു രീതിയിലും ഭാര്യ തയ്യാറാകുന്നില്ല. അവൾക്ക് ഒന്നിനും സമയവും ഇല്ല. അങ്ങനെ വളരെ വിഷമത്തോടെ പാബ്ലോ തൻ്റെ സ്റ്റുഡൻ്റായ ലൂസിയാനയുടെ അടുക്കിലേക്ക് വരുന്നു. ഈ നിമിഷം അവൻ അതീവ സന്തോഷത്തിലാണ്. ഇന്നൊരു ഒഴിവു ദിവസമായതിനാൽ തൻ്റെ വീട്ടിൽ ചിലവഴിക്കുവാൻ നതാലിയ തീരുമാനിക്കുന്നു. വീടെല്ലാം ഒന്ന് വൃത്തിയാക്കുന്നു. സാധനങ്ങൾ വാങ്ങി ഭർത്താവ് വരുന്നു. കുട്ടികളെ പഠിപ്പിച്ചും അവരോടൊപ്പം സമയം ചിലവഴിച്ചും കളിച്ചും ചിരിച്ചും ഡാൻസ് കളിയുമെല്ലാമായി ആ ദിവസം നതാലിയ സന്തോഷത്തോടെ കടന്നു പോകുന്നു. ഡിവോഴ്സിൻ്റെ വിഷമത്തിലായിരുന്ന പാബ്ലോയുടെ അടുക്കലേക്ക് അവൻ്റെ മുത്തശ്ശൻ വരുന്നു. പാബ്ലോയുടെയും ഭാര്യയോടും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ശ്രമം. ചെറിയ രീതിയിലുള്ള ഒരു മാറ്റം ഭാര്യയ്ക്ക് സന്തോഷകരമായ പാബ്ലോ പെട്ടെന്ന് ലൂസിയാനയുടെ ഓർമ്മ അവിടേക്ക് പോകുന്നു. രാത്രിയിൽ മുഴുവനും അവളോടൊപ്പം ചെലവഴിക്കുന്നു. അടുത്ത ദിവസം നതാലിയ പെട്ടെന്ന് ജോലി മതിയാക്കി വീട്ടിലേക്ക് പോവാൻ കാറിൽ കയറുന്നു. പെട്ടെന്ന് ഗോൺസാലയും കാറിലേക്ക്. ടീച്ചർ വിഷമത്തിലാണെന്ന് മനസ്സിലാക്കി അവരെ ആശ്വസിപ്പിക്കുന്നു. നതാലിയ പ്രിൻസിപ്പലിൻ്റെ റൂമിലാണ്. ചർച്ചാ വിഷയം പാബ്ലോയും ലൂസിയാനയും. അവരുടെ ഫോട്ടോ നെറ്റിൽ വന്നിരിക്കുന്നു.
ഈ വിഷയത്തിൻ്റെ കാര്യങ്ങൾ ചർച്ചയിലാണ് പ്രിൻസിപ്പലും നതാലിയയും. അങ്ങനെ ചെറിയ ഒരു പേടിയോടെ നതാലിയ ക്ലാസ്സിലേക്ക് പോകുന്ന വഴിയിൽ അടുത്ത ഫോട്ടോ നതാലിയുടെയും ഗോൺസാലയുടെയും. ആകെ പേടിച്ചു നതാലിയ ക്ലാസ്സിലേക്ക്. എങ്ങനെയൊക്കെയോ ക്ലാസ് അവസാനിപ്പിച്ച് നതാലിയ വീട്ടിലേക്ക് പോകുവാനുള്ള ശ്രമം. ഗോൺസാലയ്ക്ക് ടീച്ചർക്ക് എന്താണ് പറ്റിയെന്ന് മനസ്സിലാകുന്നില്ല. പാബ്ലോ ഭാര്യയുടെ മുമ്പിൽ തൻ്റെ സൈഡ് ന്യായീകരിക്കുവാൻ ശ്രമത്തിലാണ്. മറുവശത്ത് നതാലിയ ഈ ബുദ്ധിമുട്ടിൽ തന്നെയാണ്. തൻ്റെ അവസ്ഥകൾ പറഞ്ഞ് മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നു. ഡിവോഴ്സ് എന്ന തീരുമാനത്തിലെത്തി നിൽക്കുന്ന ഭർത്താവ്. ആകെ വിഷമത്തിലായ അവസ്ഥ. ദിവസങ്ങൾ കഴിയും തോറും പാബ്ലോയുടെ അവസ്ഥകൾക്ക് മാറ്റം വരുവാൻ തുടങ്ങുന്നു. ദുഃഖിതരായിരിക്കുന്ന ഭാര്യയെ ആശ്വസിക്കാൻ പാബ്ലോ ശ്രമിക്കുന്നു. തെറ്റുകൾ മനസ്സിലാക്കി അത് ശരിയാക്കുവാൻ ഗോഡ്സായിയും നാദിയയുമായുള്ള ശ്രമങ്ങൾ നല്ല രീതിയിൽ ഫലം കണ്ടു. രണ്ടു പ്രൊഫസർമാർ അവരുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ മൂലം അവരുടെ സ്റ്റുഡൻസുകളുമായി ഒരു ബന്ധം സ്ഥാപിക്കുന്നു. സമൂഹത്തിൻ്റെ മുമ്പിൽ അത് തെറ്റാണെങ്കിലും അവർക്കത് ശരി തന്നെയാണ്. ഒരുമിച്ചിരുന്ന് സംസാരിച്ചും തങ്ങളുടെ കുടുംബത്തിൻ്റെ പോരായ്മകൾ മനസ്സിലാക്കി അതെല്ലാം ശരിയാക്കി ഇനിയും ഒരു നല്ല കുടുംബമായി മുന്നോട്ടു പോകാമുള്ള തീരുമാനത്തിലാണ് ഇവർ രണ്ടുപേരും. അങ്ങനെ സന്തുഷ്ടകരമായ ഒരു കുടുംബജീവിതത്തിന് തുടക്കം കുറിക്കുകയാണ് ഈ പ്രൊഫസർ ശുഭം. ഈ വീഡിയോയുടെ പേരും ബാക്കി ഡീറ്റെയിൽസും വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. താഴെ കാണുന്ന ടെലഗ്രാം ലിങ്കിൽ ജോയിൻ ചെയ്യൂ. ഇനിയും ഇതേപോലുള്ള നല്ല വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി.